ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ കോൺഗ്രസ് ഉപരോധത്തിൽ സംഘർഷം. വഴി തടഞ്ഞുള്ള സമരം അനുവദിക്കില്ലെന്ന് പോലീസിനെ എതിർത്ത് പ്രവർത്തകർ. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും. വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അജി, ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? കോർപ്പറേഷൻ വളഞ്ഞുകൊണ്ട് UDFന്റെ സമരം നടക്കുന്നത്. രാജിവെക്കുന്ന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടന്നത്. ഈ രാവിലെ 5 മണിക്ക് ആരംഭിച്ച നേരം 5 മണി വരെയുണ്ട്. ഈ സമയത്ത് ഒരാളെ പോലും കോർപ്പറേഷൻ ഉള്ളിലേക്ക് കയറ്റിവിടില്ല എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ്. എന്നാൽ വഴി അടച്ചുള്ള സമരത്തിൽ നിന്ന് പിന്മാറണം, അത് അനുവദിക്കില്ല എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പ്രവർത്തകർ അതിന് വഴങ്ങിയില്ല. അന്നേരമാണ് സംഘർഷം ഉണ്ടായിരുന്നത്. ഈ സമരം KPCC അധ്യക്ഷൻ K സുധാകരൻ MP ആണ് 9 സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു സംഘർഷമില്ലാത്തൊരു അവസ്ഥയാണ്. നിലവിൽ സമാധാനപരമായി തന്നെയാണ് ഈ മാർച്ച് നടക്കുന്നത്. അൻസില, അജീബ്, മേയറെ ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് കയറ്റില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണോ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്? അൻസില, എനിക്ക് ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ. അജീബ്, മേയറെ ഇന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണോ കോൺഗ്രസ് ഇത്തരത്തിലൊരു ഉപരോധമായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്? അൻസില, കോർപ്പറേഷനുള്ളിലേക്ക് ജീവനക്കാരെ ഉൾപ്പെടെ ആരെയും കയറ്റിവിടില്ല എന്നുള്ള ഒരു നിലപാടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. ആരെയും അകത്തേക്ക് കയറ്റിവിടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. മേയർ രാജിവെക്കുന്നിടം വരെ ഈ സമരം തുടരുമെന്നുള്ള ഒരു നിലപാടാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ സംഘർഷ സാധ്യത ഉണ്ട്. കാരണം പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെയും ഇപ്പോൾ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട്. അൻസില, വ്യക്തമാണ്. അജയ്, ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിൽ കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലെ കോൺഗ്രസ് ഉപരോധത്തിൽ സംഘർഷമുണ്ടായിട്ടുണ്ടായിരുന്നു. വഴി തടഞ്ഞുള്ള സമരം അനുവദിക്കില്ലെന്ന് പോലീസ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇപ്പോൾ കോർപ്പറേഷൻ പരിസരത്തുള്ളത്. ജീവനക്കാരെ അടക്കം ആരെയും ഇന്ന് കോർപ്പറേഷനിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. അജി കുഞ്ഞുമോനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.